ഇപ്പോൾ കുട്ടി പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്താലും അത് ഡോക്യുമെൻ്റ് ചെയ്യുക. ഈ ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയ സമയം മുതൽ അത് എങ്ങനെയാണ് കുട്ടിയെ ബാധിച്ചു തുടങ്ങുന്നത്? എല്ലാ കാലത്തും ഡോക്യുമെന്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടിയുടെ മൈൽ സ്റ്റോൺസ് ഇപ്പം നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതൊരു ആൽബത്തിലാക്കുക. അത് കഴിഞ്ഞിട്ട് അതൊരു ഡിജിറ്റൽ ഫോമാറ്റിൽ വന്നപ്പം നമ്മൾ ലാപ്ടോപ്പിൽ പണ്ട് കമ്പ്യൂട്ടേഴ്സിൽ സേവ് ചെയ്ത് തുടങ്ങി. പിന്നെ അത് ഹാർഡ് ഡിസ്ക്സിലേക്ക് മാറ്റി തുടങ്ങി. പിന്നെ ഒരു ഡിജിറ്റൽ ഒരു മൊണ്ടാഷ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. സോ ഓരോ കാലത്തിനും അതിൻ്റേതായ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മോർ ദാൻ ക്രിയേറ്റിംഗ് എക്സ്പീരിയൻസസ്, ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരു കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ഫീലിങ്സിൻ്റെ കൂടെ നിൽക്കുന്നു, നമ്മളും അതിൽ നിന്നും എനർജി എടുക്കുന്നു. വി ഫീൽ ദാറ്റ് വി ആർ പാർട്ട് ഓഫ് ദെയർ ചൈൽഡ്ഹുഡ്, വി ആർ പാർട്ട് ഓഫ് ദെയർ ഗ്രോയിങ് അപ്പ് സ്റ്റേജസ്. ഇന്ന് കുറേയും കൂടെ, ഞാൻ പറയുന്നത് ശരിയാവാം തെറ്റാവാം, പക്ഷേ ലാർജ്ലി നമ്മൾ കാണുന്നത് എല്ലാതും ഇത്തിരി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയി പോകുന്നു എന്നുള്ളത് മാതിരി തോന്നും അല്ലേ. എന്ത് ചെയ്യുമ്പോഴും അത് വേറൊരാൾക്ക് ഷെയർ ചെയ്യാത്തക്ക വണ്ണം, നമ്മൾ ഒരു ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും വീട്ടിലുള്ളൊരു പാർട്ടി ആണെന്നുണ്ടെങ്കിലും ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഹിറ്റ്സ് അസ് ഇസ് ഇത് പോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് എത്രത്തോളം ഭംഗിയാക്കണം, എത്രത്തോളം ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഏതൊരു ഇവൻറ്റും ഏതൊരു സെലിബ്രേഷൻ്റെയും തുടക്കം വരുന്നത്. അപ്പോൾ അത് കുറേയും കൂടെ എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ വേറൊരാൾക്ക് എത്തിക്കുക എന്നുള്ളതിലേക്ക് മാറിയും തോന്നണു.